അച്ഛൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസം പരിശുദ്ധ സഭ വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. എന്തിനായി പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള യാത്ര? 1-ാം അധ്യായം 39 പറയുന്നുണ്ട്, ആ നാടുകളിൽ മറിയ എഴുന്നേറ്റ് യഹൂദിയ മലനാടുകളിൽ ബന്ധപ്പെട്ട് ചെന്നു. എന്തിനാണ് പരിശുദ്ധ അമ്മ ഇത്ര ബന്ധപ്പെട്ട് എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെയ്യുന്നത്? 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ വായിച്ചു കേട്ടു, സക്കറിയാ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ വലതു ഭാഗത്ത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട്, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു, നിനക്കൊരു മകനുണ്ടാകും. പെട്ടെന്ന് പുരോഹിതന് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനിതെങ്ങനെ വിശ്വസിക്കുമെന്ന് മാലാഖയോട് ചോദിച്ചപ്പോൾ, ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഊമനായിരിക്കുന്ന സക്കറിയാ പുരോഹിതന്റെ ഭവനത്തിലും വാർദ്ധക്യത്തിലായി 6 മാസം ഗർഭിണിയായ എലിസബത്തിന്റെ ഭവനത്തിലുമാണ് മറിയം ചെല്ലുന്നത്. അപ്പോൾ ആ ഭവനം ശാരീരികമായും മാനസികമായും ഒക്കെ തളർന്നിരിക്കുന്ന ഒരു കുടുംബം. സക്കറിയാ പുരോഹിതന് വിട്ടാൻ പറ്റുന്നില്ല. എലിസബത്ത് വാർദ്ധക്യത്തിൽ ക്ഷീണാവസ്ഥയിലാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഒരു സഹായമായി, ഒരു താങ്ങും തണലുമായാണ് ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്. ലൂക്കോസ് 1:40 സക്കറിയാവിന്റെ വീട്ടിൽ പരിശുദ്ധ അമ്മ എത്തി എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ ഭവനത്തിലും ആൾക്കാരൊക്കെ വരും, നമ്മുടെ മറ്റുള്ള വീടുകളിലൊക്കെ പോകും. നമ്മൾ അവരോട് ഹലോ പറയും, ഗുഡ് മോർണിംഗ് പറയും, നമ്മൾ അവരെ അഭിവാദനമൊക്കെ ചെയ്യും. അതുപോലെ പരിശുദ്ധ അമ്മയെ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. ഒരൊറ്റ സെന്റൻസ് ആയിരിക്കും അഭിവാദനം ചെയ്യാൻ ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ 1:41 പറയുന്നു, മറിയത്തിന്റെ അഭിവാദനം എലിസബത്തിന്റെ കാതിൽ കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു തുള്ളിച്ചാടി, എലിസബത്തും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ അമ്മയുടെ ഒറ്റ സെന്റൻസിൽ ഇവിടെ 2 വ്യക്തികളാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. ഒന്ന് എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ്, 2 എലിസബത്ത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി എത്ര വലുതായിരിക്കും! പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. പുതിയ നിയമത്തിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ആദ്യമായി നൽകുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് അറിയപ്പെടും. ഇത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അരുളപ്പാടാണ്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ ഇവരിത്രയും പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എത്ര വിലപ്പെട്ടതാണ്! പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു എളുപ്പമാർഗമല്ലേ? വീണ്ടും താഴോട്ട് പറയുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കുക, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ നിന്നാലുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ പ്രായം കൂടിയവരെ ഗുണമായിരിക്കും. ഇവിടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബത്ത് കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയാമിനെ മറിയമെന്നല്ല നമ്മൾ വിളിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? അപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ബഹുമാനവും ആദരവും അംഗീകാരവും എത്ര വിലപ്പെട്ടതാണ്! മറിയത്തിന്റെ സന്ദർശനം അവരതൊരു വളരെ ഭാഗ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നാം എത്ര ഭാഗ്യമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ എത്ര വിലപ്പെട്ടതായിട്ടാണ് നാം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് താഴെ വീണ്ടും
മറിയം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, എന്റെ ഉള്ള കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവിനെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞ് 56 വരെ അതും തുടരുകയാണ്. ഇത് നമ്മുടെ കേന്ദ്ര നമസ്കാരത്തിൽ വേദഭാഗമായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദഭാഗം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ രണ്ട് സ്ത്രീകളും, എലിസബത്തും പരിശുദ്ധാമ്മയും, ഇവർ സമൂഹത്തിൽ ഇവർക്ക് ഒരു ഉന്നത പദവിയോ സ്ഥാനമോ മാനമോ ഒന്നുമില്ലാത്തവർ. എലിസബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവളായിരുന്നു, കുറ്റമില്ലാത്തവളായിരുന്നു. പക്ഷെ അവർക്കൊരു കുറവുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളിലായിരുന്നു. സമൂഹത്തിൽ അവൾക്ക് അതിൻ്റെ പേരിൽ അവൾക്ക് നിന്ദയുണ്ടായിരുന്നു, അപമാനമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി എലിസബത്തും കന്യാമറിയാമും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, വിളിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് എലിസബത്ത് ആ നിന്ദയെ മാറ്റി തമ്പുരാന്റെ രക്ഷാകരമായ പദ്ധതിയായ യോഹന്നാൻ സ്നാപകന്റെ അമ്മയായി തീരുവാൻ അവൾ കാത്തിരുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയും കന്യക അവൾ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം അവൾ ഗർഭിണിയായി. അപ്പോൾ കല്യാണം കഴിക്കാതെ ഗർഭിണിയാകുമ്പോൾ അപമാനം സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ തന്റെ ദൈവം തന്നെ മാതാവാക്കുവാൻ അവൾ തമ്പുരാന്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി കാത്തിരുന്നു. ആ നിന്ദയും അപമാനമൊന്നും അവൾ കൂട്ടാക്കിയില്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സ്ത്രീകളെ കണ്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ പരസ്പര കൂടിക്കാഴ്ചകളും നമ്മുടെ സന്ദർശനങ്ങളും നമ്മുടെ സംസാരങ്ങളും പരസ്പര ബഹുമാനവും ആദരവും കരുതലും കാണിക്കുന്നതായിരിക്കട്ടെ. നാം എല്ലാവരും ദൈവത്തിന്റെ ചെറുതും വലുതുമായ രക്ഷാകര പദ്ധതിക്ക് വിളിക്കപ്പെട്ടവരാണ്. നാം അതനുസരിച്ച് ദൈവവിശ്വാസത്തിലും സ്നേഹത്തിലും അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എനിക്ക് 6 മിനിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു അവസരം തന്ന സർവശക്തനായ ദൈവത്തിനും ബഹുമാനപ്പെട്ട അച്ഛനും മർത്തമ്മയും ഭാരവാഹികളുമുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.